ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു 8 പീസ് ബ്രെഡ് സൈഡ് പോർഷൻ ഡാർക്കായിട്ടുള്ള പോർഷൻ കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ചെറുതാക്കി നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ പാലാണ്. പിന്നെ 3 ഏലക്ക നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഒരു ഫ്ലേവറിന് വേണ്ടി 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂൺ പാൽ ഉപയോഗിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് 1 ടീസ്പൂൺ വീതം പാൽ ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാവുള്ളൂ. നമ്മൾ പാലിൻ്റെ അളവ് കൂടിപ്പോരുത്. അപ്പോൾ നമ്മുടെ വറുത്തെടുക്കുമ്പം അകം ഉള്ളു വേകുകയില്ല. അപ്പോൾ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇച്ചിരി പാലൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൈയിട്ടൊന്ന് ഉരുള പരുവത്തിലാക്കാവുന്ന രീതിയിൽ മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ വട്ടപ്പരുവത്തിൽ ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി ആ പരുവം വരെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം 5 ടേബിൾ സ്പൂൺ മൊത്തം പാല് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ചൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ബോളാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ എന്തേരം വലുപ്പത്തിലുള്ള ബോളാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ആ രീതിയിൽ അങ്ങ് കയ്യിലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമ്മുടെ കൈ ഉള്ളി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതേ പരുവത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ബോൾസും നമുക്കൊന്ന് കുഴച്ചെടുത്തെടുക്കാം. ഇതുവരെ നമ്മളൊന്നും ഇടയ്ക്കൊന്നും മിണ്ടി കയറാതെ നല്ല രീതിയിൽ കൈപ്പത്തി ഉപയോഗിച്ച് തന്നെ ഒന്നാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടാകാൻ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പ് തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. നമുക്കിത് മൊത്തം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ തിളച്ച് ഒരു നൂൽ പരുവ് ആകണ്ട, അതിൻ്റെ അടുത്ത് വരെ സ്റ്റേജിലെത്തിയാൽ മതി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ഏലക്ക നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ അകത്ത് ഏലക്ക ചേർക്കുന്നത്. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. അപ്പം ചെറിയ ഇത് ഒന്നുകൂടെ ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. A few moments later. ഇപ്പോൾ സ്റ്റവ് വെച്ച് നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ളതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ വേറൊരു ചെറിയൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ സാധാരണ പൊതുവെ ആരും ചേർക്കാറില്ല, എങ്കിലും നമ്മൾ ഇത് വറക്കുമ്പം എണ്ണ അതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ബോൾ എടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെള്ളം പറ്റി പിടിക്കാതെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കത് വറുത്തെടുക്കാം. ഓരോ ബോൾ ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ബോളും നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം 2 ഇട്ടത് ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ 2 മാത്രം ഒന്ന് ഫ്ലോപ്പായി പോയായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടിക്കോളൂ. ലോ ഫ്ലെയിമിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് ഇതെല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇങ്ങനെ മാറ്റി ഒന്ന് കൊടുക്കും കൂടെ ചെയ്യണം. നമുക്കൊന്ന് ബ്രൗൺ കളർ വരുന്ന വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഓരോന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം.
അതെല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി തണുക്കാൻ വെച്ചിരുന്ന ഷുഗർ സിറപ്പിലേക്ക്, തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായ ഒരു നടം വരെ ഒന്ന് വെച്ചാൽ മതി. ഇപ്പോൾ അതൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കൊണ്ടുപോയി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്കിത് നമ്മളെടുത്ത് വെച്ചിരുന്ന ഷുഗർ സിറപ്പിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒന്ന് മുങ്ങിക്കിടക്കുക എന്നുള്ളതൊന്നുമില്ല. നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം നമുക്കൊരു ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമ്മൾ അരമണിക്കൂറോളം ഇതിൻ്റെ അകത്തുനിന്ന് മുക്കിയിട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കോരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുങ്ങി നിൽക്കാൻ പരുവത്തിലൊന്ന് ആക്കി കൊടുത്താലും മതി. ഇപ്പോൾ നമുക്കൊന്ന് അരമണിക്കൂറത്തേക്ക് ഒന്ന് സെറ്റാകാൻ വെക്കാം. നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വരുന്നു. ഇഷ്ടമായിട്ടുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.